നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ് ഗൈസ്. ഇതിപ്പോ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഇത് ഏതാ ബസ്? ഏതായിരുന്നു സ്റ്റേഷൻ നിങ്ങളുടെ? സോ ഇന്നും ഡസൽഡോർഫ് കാണാൻ രാവിലെ തന്നെ അവന്മാരുമായിട്ട് ഇറങ്ങി. ഇപ്പൊ ഇത് കണ്ടാലും നാട്ടിലെ പാടമൊക്കെ കണ്ടൊരു ഫീലില്ലേ? ഇതായിരിക്കാം ജർമ്മനിയിലെ പാടം. സോ ഇന്ന് ഇവന്മാരെന്നെ ഒരു കേബിൾ കാറിൽ കയറ്റാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മൾ റെയിൻ സീൽബാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ ടിക്കറ്റിന് ഏകദേശം 5 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കേബിൾ കാറിൽ കയറാൻ പറ്റും. സോ ഇന്നത്തെ പ്ലാനിങ് മൊത്തം എൻ്റെ കസിൻസിൻ്റെയാണ്. അവന്മാരാണ് പറഞ്ഞത് ഇന്ന് ഈ കേബിൾ കാറിൽ കയറാം, ഇവിടെ പോവാം, അവിടെ പോവാന്നൊക്കെ. സോ ഈ കേബിൾ കാർ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലുണ്ടായിരുന്ന റൈൻ റിവറിലെ അതിൻ്റെ മണ്ടയിൽ കൂടെയാണ് പോകുന്നത്. അതിൻ്റെ മേളിൽ കൂടെയാണ് ഈ കേബിൾ കാർ പോകുന്നത്. സംഭവം മുകളിൽ ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു. ഈ റൈൻ റിവറിൻ്റെ മുകളിലൂടെ ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു റൈഡാണ്. സോ ആക്ച്വലി ഇറ്റ്സ് റിയലി നൈസ്. കൊളോൺ കത്തീഡ്രലൊക്കെ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫേമസ് റൈൻ നദി. ആ പാലം കണ്ട നമ്മുടെ കൊളോമ്പള്ളിയുടെ പാലം. സോ ഇന്ന് ഇവന്മാരായിരുന്നു എൻ്റെ ഗൈഡും മാപ്പും ഒക്കെ. ഇതാണ് അവന്മാര് പറഞ്ഞത് അവിടെ താഴെ. അവിടെ ഒരു പൂളുണ്ട്. അതായിരിക്കും അവര് പറഞ്ഞത്. അപ്പോഴാണ് ഗൈസ് ഞാൻ അറിയുന്നത് അതിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ നേക്കഡ് പൂള് കാണാമെന്ന്. വെറുതെ അല്ല ഇവന്മാർക്ക് ഇത്ര ഇൻട്രസ്റ്റ്. പക്ഷെ പേടിക്കണ്ട ഗൈസ്, പൂൾ ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. പക്ഷെ മുകളിൽ നോക്കി ഒന്നും കാണാൻ പറ്റില്ല. പാവം പിള്ളേരല്ലേ. അങ്ങനെ കേബിൾ കാർ ചെന്നെത്തുന്നത് റൈൻ പാർക്കിലാണ്, വിച്ച് ഈസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു സീ ആൻഡ് റിലാക്സ്. ഒടുവിൽ ഞങ്ങൾ കണ്ടുമുട്ടുകയാണ് ഗൈസ്. എൻ്റെ വീഡിയോയിൽ അനുവാദമില്ലാണ്ട് കടന്നു വരുന്ന ഒരു അപ്പൂപ്പൻ. കുറച്ചുകൂടി കയറി ആ വെയിൽ മോത്തിക്ക് അടിക്കട്ടെ. ഓ പൊളി. എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് അവർ തന്നെ എന്നെ ട്രോളുക. ബട്ട് ആക്ച്വലി ഈ പ്ലേസ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ കണ്ട പക്ഷീനെയൊക്കെ ഒന്ന് ഓടിച്ച് അതിനെയൊക്കെ ഒന്ന് പറത്ത് കഴിഞ്ഞപ്പം എനിക്കൊരു സമാധാനം കിട്ടി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ട്രെയിൻ സ്റ്റേഷനിൽ വന്ന ട്രെയിൻ സ്റ്റേഷൻ്റെ പേരാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത്. അതെനിക്ക് വായിക്കാൻ കുറച്ച് പാട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ കയറി എല്ലർസൂത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പിന്നെ ഒരു നടത്തമായിരുന്നു ഗായ്സ്. ഒരു കിടിലൻ സ്ഥലമുണ്ട്, പൊളിയാണെന്നൊക്കെ പറഞ്ഞ് അവന്മാരെന്നെ നടത്തിയതാണ്. 20-30 മിനിറ്റ് ഇതും പറഞ്ഞ് അവന്മാരെന്നെ നടത്തിച്ച്. നല്ലൊരു നടപ്പുണ്ടായിരുന്നു അവിടെ. എന്നിട്ട് പറയാം, ലാസ്റ്റ് പറയുന്നത് അവിടുന്ന് ബസ് കയറി നമുക്ക് പോവായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്ത് എന്നെ കൊണ്ട് അത്രയും ദൂരം നടത്തിച്ചു. അവസാനമാണ് ഞാൻ അറിയുന്നത് ഇവന്മാർ എന്നെയും കൊണ്ട് ഒരു കാറിൻ്റെ മ്യൂസിയത്തിൽ പോവുകയാണെന്ന്. അതും കാറിനെ പറ്റി ഒന്നും അറിയത്തില്ല, ABCD അറിയാത്ത എന്നെ കൊണ്ട്. എന്നാ അതിൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? ഡോയിച്ചെ ഡസൽഡോർഫ് കാർ മ്യൂസിയം. പേര് പറ, കറക്റ്റ് പേര് പറ. ക്ലാസിക് റെമിസ് റിമൈസ് എന്തെങ്കിലും ആയിക്കോട്ടെ. അത് കാറിന്റെ മ്യൂസിയം. ഓക്കെ, അവിടേക്ക് പോവാന്നാ പറയുന്നത്. പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. എങ്ങോട്ട്? അല്ല, വീഡിയോ. നമ്മുടെ പുറകിൽ കാണുന്ന അമ്പലച്ചുംബിയായ കെട്ടിടം. അമ്പലച്ചുംബിയൊന്നും അല്ല, ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ്. ഓൾമോസ്റ്റ് ഇതിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കാണുന്ന ബിൽഡിംഗ് ആണ് അവന്മാരെ പറഞ്ഞേ, പക്ഷെ എനിക്കറിയത്തില്ല. നോക്കട്ടെ. കാറിന്റെ എന്തൊക്കെയാന്നാ പറയുന്നത്, പക്ഷെ കാറിന് വലിയ നോളജുള്ള കാര്യമല്ല. എന്തൊക്കെയാണോ പക്ഷെ ഫേമസ് ആണെന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. അതെ അതെ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ബിൽഡിംഗ്. ഓക്കേ, അങ്ങനെ നമ്മൾ ക്ലാസിക് റിമൈസിലെത്തി.
ഇനിയുള്ളതൊക്കെ നിങ്ങൾ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിക്കണം. ബിക്കോസ് കാറിനെ പറ്റി അധികം പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. ബട്ട് ദിസ് പ്ലേസ് ഈസ് റിയലി ബിഗ് ആൻഡ് ആക്ച്വലി ദേ ഹാവ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് കാർസ് ഹിയർ ആൻഡ് അവരത് സെല്ല് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. നമ്മുടെ സ്റ്റുവാർട്ട് ലിറ്റിൽസിന്റെ കാർ. ഇതൊക്കെ ഏതാ? റോൾസ് റോയ്സ്. പക്ഷിയിരിക്കുന്ന സാധനം. ട്രാക്ടറാ? എവിടെ? ഏത് ട്രാക്ടർ? നാട്ടിലെ കണ്ടത്തിൽ കണ്ടെത്തി വെക്കുന്ന ട്രാക്ടർ അല്ലേ? അതെ അതെ, അത് ഫെറാറി. അവിടെ ആൾക്കാരെ ഓടിച്ചു നോക്കുന്ന. ഞാൻ പറഞ്ഞ ഓടിച്ചു നോക്കാൻ പറ്റും. ആ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഞങ്ങള് മറ്റൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു ചേട്ടൻ. ഈ മോഡിഫൈഡ് കാർസിൻ്റെ ഒക്കെ റേറ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതിൽ കണ്ടോ 2,35,000 യൂറോയോ. സോ എക്സ്പെൻസീവ്. സോ കാറൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി അവർക്കൊരു ചെറിയ ബൈക്കിൻ്റെ ഒക്കെ കളക്ഷനും ബൈക്കും സ്കൂട്ടറൊക്കെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. സോ അങ്ങനെ നമ്മളെല്ലാം കവർ ചെയ്ത് ബൈക്കും കാറും ഒക്കെ കണ്ടു കഴിഞ്ഞു. സോ ഇതെല്ലാം കൊണ്ട് ഞാൻ ഇന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ആൻഡ് ഗൈസ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.